ഹലോ, ഇന്നത്തെ വീഡിയോ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റാഗ്രാമിൽ Q&A ഇട്ടിരുന്നപ്പോൾ വന്നിരുന്നു. അതിൻ്റെ റിപ്ലൈ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിരിക്കുന്ന Q&Aയുടെ റിപ്ലൈ ഞാൻ യൂട്യൂബിൽ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. സോ അതിൻ്റെ ആൻസേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ഞാൻ ആൻസർ ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ഉള്ളൊരു ഏറ്റവും അധികം വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാബിൻ ക്രൂ ആവാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ്. ക്യാബിൻ ക്രൂ ആവാനായിട്ട് എയർലൈൻ ചോദിച്ചിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിപ്ലോമ ചെയ്യണമെങ്കിൽ ഡിപ്ലോമ ചെയ്യാം. ക്യാബിൻ ക്രൂ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എയർലൈൻ ചോദിച്ചിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ് കേട്ടോ. കുറച്ചും കൂടി നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ കുറച്ചും കൂടി പുറകോട്ടൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഡിപ്ലോമ കോഴ്സ്, നല്ല രീതിയിലുള്ള കോച്ചിങ് കൊടുക്കുന്ന ഒരു ഡിപ്ലോമ കോഴ്സും കൂടി ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു കോമൺലി വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹിന്ദി നല്ല ഫ്ലുവൻ്റ് ആയിരിക്കണോ എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയാണ് ഡൊമസ്റ്റിക്കിൽ ആവശ്യമുള്ള ലാംഗ്വേജസ് ക്യാബിൻ ക്രൂസിന്. ഇൻ്റർനാഷണൽ ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മാത്രം മതി. ഹിന്ദി അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. സോ അത് ഇപ്പോഴത്തെ ഇൻ്റർവ്യൂസിനൊക്കെ കൂടുതലും ഹിന്ദിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇനി അടുത്തത് ക്യാബിൻ ക്രൂ ആവാൻ ഡിഗ്രി മാൻഡേറ്ററി ആണോ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. +2 ആണ് വേണ്ടതെന്നുള്ളത്. പിന്നെ ഗ്രൗണ്ടിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച്. ഗ്രൗണ്ട് സ്റ്റാഫ് ആവാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഗ്രി മാൻഡേറ്ററി ആണ് ഗ്രൗണ്ട് സ്റ്റാഫ് ആവാനായിട്ട്. അതായത് എയർലൈനിലേക്കുള്ള ഡയറക്റ്റ് ഗ്രൗണ്ട് സ്റ്റാഫ് ആവാനായിട്ട് ഇപ്പോൾ ഒരു മിക്ക എയർലൈൻസും ഡിഗ്രി കംപ്ലീറ്റഡ് ആവണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിലൊക്കെ ചില സ്ഥലത്ത് +2 കഴിഞ്ഞവരെയും എടുക്കുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾ കോഴ്സ് ചെയ്താൽ മതി. ഡിഗ്രി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിഗ്രിയുടെ ഒപ്പം നിങ്ങൾക്ക് ഏവിയേഷൻ കോഴ്സ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് സാലറി ഓഫ് ഗ്രൗണ്ട് സ്റ്റാഫ്. സാലറി ഓരോ എയർലൈൻ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഡൊമസ്റ്റിക്കിലൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് സാലറി എയർലൈൻ എന്നൊക്കെ പറയുന്നത് ഒരു 18 മുതലായിരിക്കും 18K സ്റ്റാർട്ടിംഗ് ആയിരിക്കും. പിന്നെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിലൊക്കെ ഒരു 15K മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ സ്ഥലങ്ങളനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ബാംഗ്ലൂരൊക്കെ ഒരു 20 ഒക്കെയാണ് സ്റ്റാർട്ടിംഗ് സാലറി കൊടുക്കുന്നത്. ഇനി ഇൻ്റർനാഷണൽ ആണെങ്കിൽ ഒരു 1 മുതൽ സ്റ്റാർട്ടിങ് 1 lakh മുതൽ സ്റ്റാർട്ടിങ് ആയിരിക്കും ഗ്രൗണ്ട് സ്റ്റാഫിന്. അതുപോലെ തന്നെ ക്യാബിൻ ക്രൂവിനാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ബേസിക് സാലറി ഉണ്ടാവും എന്തായാലും ഒരു 35-40 എന്ന് പറയുന്ന ഒരു റേഞ്ച്. 35 ബാക്കി അവരുടെ ഫ്ലൈയിങ് അലവൻസ് ആയിരിക്കും ഡൊമസ്റ്റിക് എയർലൈൻസിൽ വരുന്നത്. ഇൻ്റർനാഷണൽ ആണെന്നുണ്ടെങ്കിൽ അതൊരു 1 lakh above എന്തായാലും വരും, ബേസിക് മാത്രം. പ്ലസ് ഫ്ലൈയിങ് അലവൻസും കൂടി വരുമ്പോൾ അവർക്കൊരു 2 എന്തായാലും കിട്ടും കേട്ടോ. ഇനി അടുത്തത് BBA വിത്ത് ഏവിയേഷനെ കുറിച്ച് പറയുമോ എന്നുള്ളത്. ഇപ്പോൾ ഗ്രൗണ്ടിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി കോഴ്സാണല്ലോ ആവശ്യം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി ചെയ്തിട്ട് ഡിപ്ലോമ ചെയ്താലും മതി. BBA ഇൻ ഏവിയേഷൻ ചെയ്യണം എന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ദെൻ സ്വിമ്മിങ് ആൻഡ് ഗ്രൂമിങ് ഒട്ടും അറിയില്ല. അപ്പോൾ ഈ കോഴ്സ് പറ്റുമോ എന്നുള്ളതാണ്. സ്വിമ്മിങ് നിങ്ങൾക്ക് ഇപ്പം തന്നെ പഠിച്ചു കഴിഞ്ഞ് പോയി ചെയ്യണമെന്നില്ല. അതിന് വേണ്ടി നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി നല്ലൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ താഴെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹിജാബിൻ്റെ കേസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഞാനിരുന്ന് വേർക്കുന്നുണ്ട്. ഹിജാബിൻ്റെ കേസ് കുറേ പേര് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നമ്മളുടെ ഈ ഇന്ത്യയിൽ ആക്ച്വലി ഹിജാബ് അലൗഡ് ആയിട്ടുള്ള എയർലൈൻസ് ഇല്ല. പിന്നെ പുറത്തോട്ടൊക്കെ മുസ്ലിം കൺട്രീസിലൊക്കെ ഹിജാബ് അലൗ ചെയ്യുന്ന കൺട്രീസ് ഉണ്ട് കേട്ടോ. എന്താണ് എയർപോർട്ട് മാനേജ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഡിപ്ലോമ കോഴ്സ് ആണ്. എയർപോർട്ട് മാനേജ്മെൻറ്റ് ഡിപ്ലോമ കോഴ്സുകളുണ്ട്. സെയിം ലൈക്ക് ഗ്രൗണ്ട് സ്റ്റാഫിലേക്കുള്ള ഇൻ്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഈ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. +2 ക്വാളിഫിക്കേഷൻ വെച്ച് എയർപോർട്ടിൽ എന്ത് ജോബാണ് കിട്ടുക? നിങ്ങൾക്ക് ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിലൊക്കെ ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ +2 മതി നമ്മുടെ ക്യാബിൻ ക്രൂ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിനായിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. കുറച്ച് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ളൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇനി ക്യാബിൻ ക്രൂ ആവാനായിട്ട് +2 കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഏവിയേഷൻ കോഴ്സ് ചെയ്യാം, ഡിപ്ലോമ ഏവിയേഷൻ കോഴ്സ് ചെയ്യാം. ക്യാബിൻ ക്രൂ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ ട്രെയിനിങ് തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുണ്ടെങ്കിലായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതുപോലെ തന്നെ മോക്ക് ഇൻ്റർവ്യൂ സെഷൻസും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഇതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂ കുറച്ചും കൂടി ക്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്പർ താഴെ കൊടുക്കാം, നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി.
ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനീസിനെ കുറിച്ചിട്ട് ആക്ച്വലി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നത് തന്നെയാണ്. അത് ഇപ്പോൾ ഡയറക്റ്റ് എയർലൈൻസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനീസ് എന്ന് പറയുന്നത്. അത് സെയിം ഗ്രൗണ്ട് സ്റ്റാഫ് എന്ത് ജോബാണോ അത് തന്നെയാണ് അവരും ചെയ്യുന്നത്. സാലറിയിലുള്ളൊരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഫ്ലൈയിങ് അലവൻസും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് എയർലൈൻസിൽ കയറിയാലായിരിക്കും ഉണ്ടാവുക. ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഞാൻ പറഞ്ഞ പോലെ തന്നെ എയർലൈനിലേക്കാണ്. ഡയറക്റ്റ് എയർലൈനിലേക്കാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഗ്രൗണ്ട് സ്റ്റാഫിന് അപ്ലൈ ചെയ്യാൻ പറ്റും. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിൽ +2 കഴിഞ്ഞിട്ടും കയറാൻ പറ്റും കേട്ടോ. ഗ്രൂമിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എന്താണെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ ഹൈറ്റ് ആൻഡ് വെയ്റ്റ്, ക്യാബിൻ ക്രൂവിന് ഹൈറ്റ് ആൻഡ് വെയ്റ്റ് നോക്കുന്നുണ്ട്. ഹൈറ്റ് ആൻഡ് വെയ്റ്റ് എന്താണെങ്കിലും നോക്കും. 155 സെൻറ്റിമീറ്റർ മുതലാണ്. ഓരോരോ എയർലൈനിലും പല പല ക്രൈറ്റീരിയാസ് ആണ് ഹൈറ്റിൻ്റെ. 155 സെൻറ്റിമീറ്റർ മുതൽ എടുക്കുന്ന എയർലൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ വെയ്റ്റ് നിങ്ങളുടെ BMI ആണ് ചെക്ക് ചെയ്യുക. ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയ്റ്റ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഗ്രൗണ്ടിലേക്ക് പോകാനായിട്ട് ഹൈറ്റും വെയ്റ്റും ഈ ഒരു പ്രൊപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വേണ്ട, ആവശ്യമില്ല കേട്ടോ. ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ഇത് നോക്കുന്നില്ല, ഹൈറ്റും വെയ്റ്റും നോക്കുന്നില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഫേസിൽ കുറച്ച് സ്റ്റിച്ച് മാർക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ടിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഗ്രൗണ്ടിലേക്ക് അപ്ലൈ ചെയ്യാൻ അതൊരു പ്രശ്നമല്ല കേട്ടോ. സ്റ്റിച്ച് മാർക്സ് ഒന്നും പ്രശ്നമല്ല. ക്യാബിൻ ക്രൂവിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഒരു പരിധി വരെയുള്ള പുറത്തേക്ക് ബൾജ് ചെയ്തിരിക്കുന്ന മാർക്സൊക്കെ കുറച്ച് പ്രശ്നമാണ് ക്യാബിൻ ക്രൂവിലേക്ക്. ഇനി വേക്കൻസീസ് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചിട്ടുണ്ട്. വേക്കൻസീസ് അറിയാൻ നിങ്ങൾ എയർലൈൻ്റെ വെബ്സൈറ്റിൽ കൂടെ തന്നെ അറിയാൻ പറ്റും. ഓരോരോ സൈറ്റിൽ എയർലൈൻ സൈറ്റുകളിൽ അവർ വേക്കൻസി വരുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിൻ്റെ കോൾസ് ഇടുന്നുണ്ടാവും കേട്ടോ. കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, അപ്പോൾ ഞാൻ റിപ്പീറ്റ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഈ നോക്കുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്ന ഗ്രൗണ്ട് സ്റ്റാഫിനും ഈ സെയിം സ്റ്റാഫ് ടിക്കറ്റൊക്കെ ഉണ്ടാവും ക്യാബിൻ ക്രൂവിൻ്റെ പോലെ സെയിം. അതുപോലെ തന്നെ ഡയറക്റ്റ് എയർലൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാബിൻ ക്രൂവിന് എന്തൊക്കെയാണോ ഉള്ളത്, അതായത് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, മെഡിക്കൽ അലവൻസ് അങ്ങനെയുള്ളത് പോലെ തന്നെ ഗ്രൗണ്ടിലും ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ഫാമിലിക്കും 10th കഴിഞ്ഞിട്ട് +1 +2 ഏത് സബ്ജക്റ്റാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും എടുക്കാൻ പ്രശ്നമില്ല, ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഡിഗ്രി ഏത് സബ്ജക്റ്റാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. സെയിം ഇതുപോലെ തന്നെ ഏതാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എടുക്കാം. കംപ്ലീറ്റഡ് ആയാൽ മതി, സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ, ഏകദേശം കുറച്ച് കാര്യങ്ങൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.